അടുത്തിടെ ഇറാൻ പുറത്തുവിട്ട ഒരു AI വീഡിയോ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചു. ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെലവീവിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നതായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ വീഡിയോ ഇറാൻ ഔദ്യോഗികമായി പിൻവലിച്ചെങ്കിലും അത് സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ ചെറുതായിരുന്നില്ല. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിനെതിരെ ഇത്തരമൊരു സൈബർ ഭീഷണി മുഴക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും വെല്ലുവിളിക്കുന്ന ഒന്നായിരുന്നു. ഈ വീഡിയോയുടെ അലയൊലികൾ അടങ്ങുന്നതിനു മുൻപേ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്ന അടുത്ത പ്രസ്താവനയുമായി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നേരിട്ട് രംഗത്തെത്തി. ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവും രാഷ്ട്രത്തലവനുമായ ഖമേനിയുടെ വാക്കുകൾക്ക് ഇറാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയും ഇറാന്റെ വിദേശ നയത്തിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. അതിനാൽ ഈ വീഡിയോയേക്കാൾ പ്രാധാന്യത്തോടെയാണ് ലോകം അദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചത്. ബുധനാഴ്ച ടെഹ്റാനിൽ നടന്ന നീതിന്യായ ഉദ്യോഗസ്ഥരുമായുള്ള ഒരു ഉന്നതതല യോഗത്തിലായിരുന്നു ഖമേനിയുടെ സുപ്രധാന പ്രസ്താവനകൾ. ഇസ്രയേലിനെതിരെ അദ്ദേഹം നടത്തിയ ഏറ്റവും ശക്തമായ വിശേഷണം ഇസ്രയേൽ അമേരിക്കയുടെ കയർ കെട്ടിയ നായ അഥവാ ചങ്ങലക്കെട്ട നായ ആണെന്നായിരുന്നു. ഈ വിശേഷണം കേവലം ഒരു പരിഹാസം എന്നതിലുപരി ഗൗരവമേറിയ രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇറാനെ നേരിടാൻ ഇസ്രയേലിന് തനിച്ച് കഴിയില്ലെന്ന് ഈ പ്രസ്താവന അടിവരയിടുന്നുണ്ട്. ദശാബ്ദങ്ങളായി തുടരുന്ന ഇസ്രയേൽ അമേരിക്കൻ സൗഹൃദം ലോകമെമ്പാടും അറിയപ്പെടുന്നതാണ്. സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയപരമായും അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന പിന്തുണ അതുല്യമാണ്. അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ഇസ്രയേൽ മിക്കപ്പോഴും ഗാസയിലും പലസ്തീനിലും ഇറാനുമായും സൈനിക നീക്കങ്ങൾ നടത്തുന്നത്. ഈ ആശ്രിതത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഖമേനി ഇസ്രയേലിനെ അമേരിക്കയുടെ കയർ കെട്ടിയ നായ എന്ന് പരിഹസിച്ചത്. കഴിഞ്ഞ 12 ദിവസങ്ങളായി നടന്ന സൈനിക ഏറ്റുമുട്ടൽ ഇറാനെ ഒറ്റയ്ക്ക് നേരിടാൻ ഇസ്രയേലിന് പ്രാപ്തിയില്ലെന്ന് തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഈ പരാജയ ഭീതി കാരണമാണ് അവർ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിക്കാൻ നിർബന്ധിതരായതെന്നും ഖമേനി കൂട്ടിച്ചേർത്തു. ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമുള്ള ഇറാന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഈ പ്രസ്താവനകളെ വിലയിരുത്താം.